you doing in Thailand? ആൻറ്റിയുടെ ബോട്ടാണ്, 2 ബോട്ട് ആൻറ്റിക്ക് ഇവിടെ ഉണ്ട്. അതാണ്ട് അവർക്ക് ഇവിടെ ഹാമോക്കൊക്കെ ഉണ്ട്. ഇവിടെ അവരുടെ ടോയ്ലറ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതാ Actually, it's pretty nice. You like it? Okay, every day. From now on, every day you can cook this. Yeah, you can. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോട്ടലിലൊന്നും അല്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, നമ്മുടെ റഷ്യയിൽ നിന്നുള്ള നിക്കോളാസിൻ്റെ വീട്ടിലാണ്. ഇവിടെ എക്കാസു ഉണ്ട്. എക്കാസു ഹായ്. ഇവിടെ വേറെ 2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്തി തരാം. വേറൊരു കപ്പിള്, അവർ ഇറാനിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഹാദി, വാട്ട് ആർ യു ഡൂയിങ്? ഓ, യു ആർ എക്സസൈസിങ്. ഗുഡ് മോർണിംഗ്. സലാം കുജോ മേരി ഖൈർ ബസ്തി. അത്രയൊക്കെ എനിക്ക് പേഴ്സണൽ ലാംഗ്വേജ് അറിയാവോ. ഇന്നലെ ഇവർ വന്നതാണ്. ഇവർ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഇവർ നെക്സ്റ്റ് പോകുന്നത് വിയറ്റ്നാമിലാണ്. പിന്നെ വേറെ കഴിഞ്ഞ ദിവസം വേറൊരു ഇറ്റാലിയൻ കപ്പിൾ, അവർ ചൈനയിൽ നിന്ന് വന്നതാണ്. നമ്മളിനി ചൈനയിലോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ ഇന്ന് തിരിക്കുന്നില്ല. ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു പ്ലേസാണ് കേട്ടോ. അകത്ത് തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ, പിന്നെ പൂള് എല്ലാം ഉണ്ട് കേട്ടോ. നിക്കോളാസ്, ഗുഡ് മോർണിംഗ്. താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ്. ഇതാണ് നിക്കോളാസ്, ഇതാണ് നമ്മുടെ ഹോസ്റ്റ്. പിന്നെ നിക്കോളാസിന്റെ ഗേൾഫ്രണ്ട് കൂടെ ഉണ്ട്. പുള്ളിക്കാരി ലാവോസുകാരി തന്നെയാണ്. യെസ്, മോർണിംഗ്. ഇതാണ് നമ്മുടെ പുള്ളിയുടെ ഗേൾഫ്രണ്ട്. കണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോൾ ഇവര് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ, ഇത് പുള്ളിക്കാരി വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതെന്ന് പറയുമ്പോൾ ഇവര് മുഖമെല്ലാം മറിച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ പർദ്ദയല്ല, ഇവര് വെയിലടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇവിടെ വെയിലുള്ളതുകൊണ്ട് ഇവർ ഭയങ്കര ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ഇവർ കറുത്ത് പോകുന്നുള്ള ഒരു ഭയം. ഇവർ ഓൾറെഡി വെളുത്താണ് ഇരിക്കുന്നത്, പക്ഷെ കറുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരെന്താ പറയാ, ഇങ്ങനെ ഫുള്ള് എന്താ പറയാ, കമാൻ ത്രോ, കമാൻ പ്ലീസ് 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 പ്ലീസ്. അതുകൊണ്ടാണ് കേട്ടോ അവര് ഈ പർദ്ദയിട്ടോണ്ട് കിടക്കുന്നത്. യെസ്, അങ്ങനെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. എക്കാസു, വേർ ആർ വി ഗോയിങ്? ഫ്രാഗ് അല്ല, ഫ്രോഗ്. നമ്മൾ ഫ്രോഗ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. തവള ഇറച്ചി കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കഴിക്കുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്നുകൊണ്ട് ലിസ്റ്റ് അടിക്കട്ടെ. നിയർ ബൈ, ആർ യു ഗോയിങ് നിയർ ബൈ? പെൺപിള്ളേർ ആരും ലിഫ്റ്റ് തരുമല്ലോ കേട്ടോ. അതാണ്ട് ഒരു പെൺപിള്ളേർ പോകുന്നു, പെണ്ണാണ്. ആരും ലിഫ്റ്റ് തരുന്നില്ല കേട്ടോ. എല്ലാവരും ചിരിച്ചിട്ട് പോകുന്നു. ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നത് നമ്മൾ ഹായ്ന്ന് കാണിക്കുന്നതായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കണം. ആരും അങ്ങനെ ലിഫ്റ്റ് തരില്ല കേട്ടോ. ലിഫ്റ്റ് അടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഈ സ്റ്റൈലിൽ ക്യാപ്പ് ഇവിടെ ആൾക്കാരൊക്കെ, ഹലോ എക്സ്ചേഞ്ച് ക്യാപ്പ് പുള്ളിക്കാരനായിട്ട് എക്സ്ചേഞ്ച് ചെയ്യായിരുന്നു കേട്ടോ. ഹലോ, ആർ യു ഗോയിങ് ദിസ് വേ? ലിഫ്റ്റ്. പുള്ളിക്കാരൻ ഇങ്ങനെ അടിക്കുന്നു കേട്ടോ നമ്മളടുത്ത്. You are so active today because you are going to unactive after eating, frog meat. I'm always down for try, not like checking on me. Okay, let's go eat poop. You will eat, no, right? So there's something. So എല്ലാ കാര്യവും നമുക്ക് ട്രൈ ചെയ്യാനുള്ളതല്ല, ചില കാര്യങ്ങൾ ട്രൈ ചെയ്യാതെ ഇരിക്കാനുള്ളതാണ്. No one's eating poop, okay? Bibi, Sabadi, where are you going? Can you give us right? Lift? Please. Where are you going? We're going straight. You going straight, right? Yes. Yeah, it's okay. We can adjust. Wow. Wait. Okay. അയ്യോ, ചെരുപ്പ് 1 minute, ചെരുപ്പ് പോയി. See? Troublemaker. എക്കാസു, ഓ എന്റെ ചെരുപ്പ് പോയ കേട്ടോ. ഓട് വാ. Keep it there, la. Make a video? Yeah. Yeah. Take. കമ്പി ഉണ്ട് കേട്ടോ. കമ്പി തുളച്ച് കയറി ഈ ഒരു സെക്കൻഡിനുള്ളിൽ. What is your name? Tony. Thank you, Tony. Thank you so much. How old are you? 20 years. 17.
Yeah. ഇവിടുത്തെ പുള്ളിക്കാരെന്താ ജാക്കറ്റ് ഇട്ടേക്കുന്ന എന്തിനെന്ന് അറിയാമോ? വെയിൽ കൊള്ളാതിരിക്കാനാണ് കേട്ടോ. ഇവിടെ ആർക്കും വെയിലടിക്കുന്ന ഇഷ്ടമല്ല, കറക്കുമെന്നുള്ള പേടി. ചൂടത്ത് ജാക്കറ്റൊക്കെ ഇട്ട് ടോണി നടക്കുവാണ്. ഇവിടെ കണ്ടില്ലേ, എല്ലാരും ചൂടത്തൊക്കെ ജാക്കറ്റ് ഇട്ടാണ് നടക്കുന്നത്, വെയിലടിക്കാതിരിക്കുന്നത്. ആ ഒരു സ്ത്രീ പോണുണ്ടോ? എക്കാനൂടെ കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഇവൾക്ക് എന്താന്ന് വെയിലടിക്കാൻ. നമ്മളൊരു മാർക്കറ്റ് ഏരിയയിലോട്ടാണ് വന്നത്. ഇവിടെ പാറ്റ ഉണ്ടോ? അയ്യോ, ഇവിടെ ഫ്രോഗ് ഇല്ല, തവള ഇല്ലല്ലോ ഇവിടെയൊന്നും. തവള ഇല്ല കേട്ടോ. വി ഗോ ടു അനദർ ഷോപ്പ്. തവളയെ തേടി നമ്മൾ ഓരോ കടകളിലോട്ട് പോവാണ്. ഇവിടെ മീനേ ഉള്ളൂ. നോ തവള. Frog. Oh, there. This frog. No. That is chicken. Second. Oh, അവർക്കും ഫ്രോഗ് ഇല്ല കേട്ടോ. There frog. Another shop. Frog. ഇന്ന് ഫ്രോഗ് കഴിച്ചിട്ടേ അടങ്ങുള്ളൂ. ഞാൻ കഴിച്ചില്ലെങ്കിൽ എക്കാസുവിനെ കഴിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ കേട്ടോ. ഇത് കൊള്ളാലോ. This is my father everyday use. For praying? For Buddha. ബുദ്ധയ്ക്ക് മുന്നിൽ പ്രേ ചെയ്യാനുള്ള ചന്ദനത്തിരിയാണ് കേട്ടോ. ചന്ദനത്തിരി. ഹലോ സുബായ്. ഓ, ഇത് കൊള്ളാലോ. ദിസ് മാരേജ് ഗിഫ്റ്റ് കൊടുക്കാനാണോ? പൈസക്കുള്ള ഓ, ദിസ് ഈസ് ഓൾസോ ഫോർ ഗോഡ്. ഇതെല്ലാം ദൈവത്തിന് ഇത് കൊടുക്കാനാണ്. നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോ, ബുദ്ധ ക്ഷേത്രത്തിൽ പോകുമ്പോ കണ്ടില്ലേ? ഓ, കണ്ടില്ലേ? അത് എന്നിട്ട് അവർക്ക് ബുദ്ധയ്ക്ക് ഇതായിട്ട് കൊടുക്കുന്നതാണ്. ഹലോ കൊപ്പ് ചായ്. ഇവിടെയൊക്കെ ചെറിയൊരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ. ഇങ്ങനെ പലവിധ സാധനങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടുന്ന മാർക്കറ്റ് ഏരിയ. പുള്ളിക്കാരിയൊക്കെ കണ്ടില്ലേ, ഫുള്ള് ജാക്കറ്റൊക്കെ ഇട്ട് ഈ ചൂടത്ത് ജാക്കറ്റ് ഇട്ടാണ് നടക്കുന്നത്. നമ്മള് വേറൊരു മാർക്കറ്റ് ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ഫ്രോഗ് ഇല്ലേ? എന്താണോ? What is this? Oyster? Seafood? Oyster, right? She doesn't understand anything. Oyster, fry some. Cốp. Niakop. Okay. നിയാക്കൊപ്പ് എന്നാണ് നമ്മുടെ തവള ഇറച്ചിയെ പറയുന്നത്. നിയാക്കൊപ്പിനെ തേടി നമ്മളുടെ യാത്ര മാർക്കറ്റിലൂടെ നടക്കുവാണ്. ഇത് ഡ്രസ്സിന്റെ കടയാണല്ലോ. ഇവിടെ ലാവോയുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. സ്കർട്ടാണ് കേട്ടോ. ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള ഇതുപോലത്തെ സ്കർട്ടാണ്. നമ്മുടെ പാവാടയാണ് കേട്ടോ ഇവരുടെ ഡ്രസ്സ്. നിയോക്കപ്പ്. ഇവിടെ എല്ലാം മാർക്കറ്റ് ഏരിയാസ് ആണ് കേട്ടോ. ഇതാണ്ടേ, ഇത് കണ്ടില്ലേ, ഇതെല്ലാം സ്കർട്ടാണ്. No, just see. Okay, thank you. Shabadi. No. Cup chai is thank you. Yeah, cup chai is thank you. ഇത് കണ്ടില്ലേ, ഇതെല്ലാം സ്കേർട്ട് തരത്തിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സിന്റെ. ഹലോ ഷബാദി. കിട്ടി. സുഖം. നമ്മുടെ നിയോക്കോപ്പ് കിട്ടി കേട്ടോ. നിയോക്കോപ്പ് അല്ല, നിയോക്കോപ്പ്. ഞാൻ സെൻട്രൽ ഏഷ്യയിൽ വന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കര നാറ്റം കേട്ടോ. ഭയങ്കര ഒരു സ്റ്റിങ്കി സ്മെല്ലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിവിടെ നിന്നിട്ട് ഛർദ്ദിക്കാൻ വരുന്നു. ഐ വോണ്ട് ടു വോമിറ്റ്, യു നോ. ഷബാദി, ഇതെന്താണ്? അരിച്ചെടുക്കുവാണല്ലോ അമ്മമ്മ. ഞാൻ ആക്ച്വലി ഇപ്പൊ ഛർദ്ദിക്കുന്നില്ല കേട്ടോ. ഇവിടെ മീനൊക്കെയാണ് കേട്ടോ. ഇവിടെ മീന്, പുഴു. വെർ ഇസ് നിയോക്കോപ്പ്? Kopnio. Where? Kopnio. ഇതെന്താ? എക്കാസു. എക്കാസുവിന് നോർമലാണ്, ബട്ട് നമുക്ക് നോർമൽ അല്ല. ചെറിയ തക്കാളി വെയിറ്റർ. സബാദി. മഷ്റൂം ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ചീസ്. വിയറ്റ്നാമീസിന്റെ സ്വീറ്റ്സ് ആണ്. സോറി, ലവോസിന്റെ സ്വീറ്റ്സ്. മുട്ട പുഴുങ്ങിയത്. ഇതെന്താ? ഗ്രാനൈറ്റ് ആണോ? സബാദി.
യു ഏറ്റ് This types. എന്താന്ന് കേട്ടോ എനിക്ക് അറിഞ്ഞൂടാ. കണ്ടപ്പം തന്നെ എന്തോ ഒരു അറപ്പ് പോലെ തോന്നുവാണ് ഇതെല്ലാം കണ്ടിട്ട്. ഇത് നമ്മുടെ നിയോ കോപ്പ് എത്തിന്ന് തോന്നുന്നു. Cop Neo Cop? കോപ്പ് നിയോ കോപ്പ് നിയോ വേർ Here? ഓ തവള ഇറച്ചി അവര് Don't സ്യൂട്ട് tell me it's കേസില് alive. Don't tell me it's a live one. I wanted them to give us a live one. കോപ്പ് നിയോ Oh. ഓ പുഴുങ്ങി എടുത്തിരി. No. നോ No. Cop Neo. Cop. Fresh. റൈസാണ് കേട്ടോ. ഒന്നുമില്ല കേട്ടോ, നിയോ കോപ്പും ഇല്ല, ഒന്നുമില്ല. ഇവിടെ കുറച്ച് ഇറച്ചി വിൽക്കുന്ന കടകൾ മാത്രമുണ്ട്. നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് കേട്ടോ ഇവിടെ. ഏതാണ്ടേ ഹലോ ഷബാദി ഹൗ ആർ യു? യു സ്പീക്ക് ഇംഗ്ലീഷ്? ഓ യു ഡോണ്ട് ഹാവ് നിയോ കോപ്പ്? നിയോ കോപ്പ് ഓ ഓൺലി പോർക്ക്. ഇവിടെ പോർക്ക് മാത്രമേ ഉള്ളൂ. കുറെ ഈച്ചമുച്ചിരിക്കുന്ന പോർക്കും ബീഫും എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ, വേറെ ഒന്നും സംഭവമില്ല. ഇവിടെയൊക്കെ കുറേ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ സംഭവം. താങ്ക് യു. കോപ്ഷി. ഇവിടെയും വേറെന്തോ മീറ്റും സംഭവങ്ങളൊക്കെയാണ്. ഒരു ആൻറ്റി ഇവർ ഈച്ച അടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ, ഭയങ്കര ഈച്ച കേട്ടോ. ശബാദി വാട്ട് ഈസ് ദിസ്? നോ വാട്ട് ഈസ് ദിസ്? ഇതെന്താ? I think it's the organ inside the beef. ഇതൊക്കെ എന്താന്ന് കേട്ടോ. I'm not sure. Organ? I think he is all organ, you know. Like മീറ്റിന്റെ മാർക്കറ്റും സംഭവങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നൂഡിൽസും സംഭവങ്ങളൊക്കെയാണ്. കയർ പോലത്തെ നൂഡിൽസും ഇവരുടെ പലചരക്ക് ഡെയിലി സംഭവങ്ങൾ വിൽക്കുന്ന മാർക്കറ്റൊക്കെയാണ് കേട്ടോ. ഒരു നീണ്ട മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ തപ്പിയിട്ടും തവള ഇറച്ചി കാണാനില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റിയിൽ പോയപ്പോൾ തവള ഇറച്ചി വരിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടതാണ്. ഇതെന്താ? ഓ ഇത് ചിക്കനാണ് കേട്ടോ. സബാദി ചിക്കന് 85,000. 80,000. No, Neo Cop. No. Cop you hun. കോപ്പല്ല, നിയോ ആണല്ലോ വേണ്ടത്. ഗോട്ട് ഇറ്റ്. not this time. I want the big one there. ഇത് ചെറുതല്ലേ? I want the big one. ഇത് തന്നെ ചെറുതാണ് കേട്ടോ. Big one looks more yum. No, it's opposite side lah. Yes. ചെറുതാണ് കേട്ടോ. മാറ്റം. Big one. No big. Yeah, big Neo Cop. No, this one. ബിഗ് ഇല്ല കേട്ടോ, ചെറുത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ വെജിറ്റബിൾസ് അടുക്കി വെച്ചിരിക്കുന്ന ഇതാണ്. ഇവിടെ വാഴത്തണ്ടോ ചേനത്തണ്ടോ എന്തിൻ്റെ തണ്ടൊക്കെ ഉണ്ട്. നല്ല കുറെ മീനുണ്ട് കേട്ടോ. ഇവിടുത്തെ തായ്ലാൻഡ് ഇതിന്റെ അതിർത്തിയിലുള്ള മീനുകളാണ്. ജീവനോടെ മീനുണ്ട്. മഷ്റൂംസും ധാരാളം ഇവർ വിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, എല്ലാം ലൈവാണ് കേട്ടോ. ലോക്കൽ മാർക്കറ്റാണ്. പിസ്സ വരെ ഉണ്ടല്ലോ. പിസ്സ സബാദി പിസ്സ ഡോണറ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. കോപ്ഷായ്. ഇവിടെ നമ്മുടെ മത്തിയൊക്കെ 15,000 എന്ന് പറയുമ്പോൾ 40-45 രൂപ വരും. മത്തിയല്ല, എന്തോ മീനാണ്. കൊള്ളാം കേട്ടോ. സബാദി എൻ്റെ അമ്മോ സബാദി. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. നിന്നാൽ ഞാൻ ഛർദ്ദിക്കും. ലെറ്റ്സ് ഗോ, അതർവൈസ് ഐ വിൽ വോമിറ്റ് ചെയ്യുന്നു. ബാക്കിയൊക്കെ ഉള്ളതെന്നുള്ള കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇവിടെ ധാരാളം ഉണ്ട്. ഇനി സിറ്റിയിലോട്ട് പോവാണ്. തവള ഇറച്ചി ഇവിടെയൊന്നും കിട്ടൂല എന്ന് തോന്നുന്നു. ഇനി സിറ്റിയിൽ പോയിട്ട് അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ നല്ല കാണാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇരുട്ടിയാൽ നമുക്കറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ താമസിക്കുന്നത്. ഉച്ചയ്ക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. ബസ്സൊക്കെ വരാനായിട്ട് 1 മണിക്കൂറൊക്കെ വെച്ചേ ഉള്ളൂ. അപ്പം എല്ലാവരും കൺഫ്യൂസിങ് ആയിട്ട് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഹലോ, are you going straight? Are you going this way? നിർത്തില്ല. അങ്ങനെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്, നോക്കട്ടെ. സിറ്റി city town, city center, downtown. No one speak English? Yeah. Are you speak English? This one go to the
ഓക്കെ ഓക്കെ. ഓ, അവസാനം സിറ്റിയിൽ പോകുന്ന ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. ഇച്ചയ്ക്ക് വേണ്ട, ബട്ട് കുറച്ച് നേരം നിന്നാൽ നമുക്ക് ഏതെങ്കിലും വണ്ടിയൊക്കെ ലിഫ്റ്റ് കിട്ടുമായിരുന്നു. എന്തായാലും ബസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഈ കാണുന്നതാണ് ബസ്. ഇതാ കണ്ടില്ലേ, 18,000. എൻ്റെ അമ്മോ, 18,000 കേട്ടോ. 18,000 ഇറ്റ്സ് ലൈക്ക് മോർ ദാൻ $50. 18,000 എന്ന് പറയുമ്പോൾ 50 രൂപ. ഇതിൽ AC ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല ഇതാണ്. ഇത് ഇതാണ്ടേ ഇവിടെ ഈ സംഭവത്തുനിന്ന് അവിടം വരെ പോകുന്ന ഒരു ലോങ് ബസ്സാണ്. അതിന്റെ ഫുള്ള് പൈസ ഇവര് നമ്മളിൽ നിന്ന് ചാർജ് ചെയ്തു. 18,000 ഇവർ ഈ ബസ്സിന് വേണ്ടി നമ്മളിൽ നിന്ന് ചാർജ് ചെയ്തു. അതായത് 50 രൂപ കേട്ടോ. അങ്ങ് അറ്റത്തൊട്ട് ഇവിടം വരെയാണ്. ഇവർക്ക് പകുതി എന്നുള്ള ടിക്കറ്റ് സംവിധാനം ഇല്ല. ഇവരുടെ ബസ് സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവരുടെ സെൻട്രൽ ബസ് സ്റ്റേഷൻ എന്ന് തോന്നുന്നു. എല്ലാ കളറും പച്ച ബസ്സുകളാണ് കേട്ടോ. ബസ്സിന് നമ്പറുണ്ട്. ആ ബസ് വെച്ചിട്ടാണ് ഇവർ ഓരോ സ്ഥലത്തും പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ കാർഡും ചാർജറും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പുള്ളിക്കാൻ്റെ ഉള്ളത്. എന്നാലും ഒരു 10 മിനിറ്റ് റൈഡിന് നമ്മളെ ഇത്രയും പൈസ പോയത് കൊണ്ട് വിഷമമുണ്ട്. തുറക്കൂ സീസേ. വാലന്റൈൻ സിറ്റി ബസ് എന്റർപ്രൈസസ്. ഇത് പ്രൈവറ്റ് കമ്പനിയാണോ, ഗവൺമെന്റ് കമ്പനിയല്ലേ? ഇവിടെ ആകെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അങ്ങനെ ആരുമില്ല. ഇംഗ്ലീഷ് സംസാരിച്ച ഒരു 2 പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആകെ 2 പേരേ ഉള്ളൂ. ഇതാണ് ഈ കുട്ടിയാണ് കേട്ടോ. You know English? You speak English? You also speak English? A little bit. How do you guys know English? Huh? No English. Come on, take selfie lah. You guys coming from Thailand? Yeah. Yes. Oh, what are you doing in Thailand? About Huh? What? about programmer. 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 What programmer? I think it's programmer. Oh, computer science. കമ്പ്യൂട്ടർ സയൻസ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പാസ്പോർട്ട്. ആക്ച്വലി ലാവോസ് അല്ലായിരുന്നു, തായ്ലൻഡ് ഗേൾസ് ആയിരുന്നു കേട്ടോ. ഇവരെന്തോ പ്രോഗ്രാമിന് എന്തോ വന്നതാണ്. ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഫ്രോഗ് മീറ്റ് നമ്മൾ ഇന്നലെ കണ്ട സ്ഥലത്ത് എന്തായാലും പോവാം. Thailand. ഹിൻകോ. Only frog. You like frog? You like frog? But we have frog. Yes. In Thailand. Yeah. So you like frog? You like to eat? നമുക്ക് ഇനി അങ്ങനെ നടന്ന് അതിലേക്കൂടെ പോവാം. പുള്ളിക്കാരി എന്തോ കാണിച്ചു തരുവാണല്ലോ. What is that, Akasu? It's the Pork. ഓ, പോർക്കാണ് കേട്ടോ. പോർക്ക് ഗ്രിൽഡ് 3 ലെയർ. അറിഞ്ഞൂടാ കേട്ടോ എന്താണെന്ന് അത്. Noa. What's Noa? In Thailand, Noa. What's Noa? What's Noa? Good? Yes, it's Sep หรอ Aloy, mama. อร่อย yes อร่อยอร่อยมาก I know soy mama. Soy mama. Soy mama. มากมาก She knows my mama. สวยมาก สวยมาก yes บัตรอร่อยมากมาก Aloy mama. Yummy Yummy You guys know. 30,000, 30,000 ആൻഡ് ഇത് 50,000. മൂസയാണോ ഇത്? സബാദി. ഇവിടെ എന്തോ എണ്ണയിൽ പൊരിച്ച ഇതും സംഭവങ്ങളൊക്കെയാണ്. ഇതെന്താ? വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? നോ ജസ്റ്റ് സീ. വാട്ട്സ് ദാറ്റ്? ഇതെന്താ? ഓ, ഓക്കെ റൈസാണ് കേട്ടോ. സ്റ്റിക്കി റൈസ് അങ്ങനത്തെ സാധനങ്ങളെന്തോ. ആകെ നമ്മുടെ വിയന്റൈൻ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റലുള്ള ബിൽഡിങ്ങുകൾ ഈ കാണുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആകെയുള്ള വലിയ ബിൽഡിങ്. അത് ലാവോ ഫ്രണ്ട് ഫോർ നാഷണൽ ഡെവലപ്മെന്റ്സിന്റെ ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ അവിടെ ചൈനക്കാർ കെട്ടിയ ഒരു 2 ബിൽഡിങ്ങുകൾ കാണാം. ഈ കാണുന്ന 2 ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ച പോലെ ഇവിടെ ഫുള്ള് ഇതുപോലുള്ള മേക്കപ്പും പിന്നെ കുറേ ഹെർബൽ സംഭവങ്ങളുടെ കടകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ചൈനീസ് മെഡിസിൻ ഹെർബൽസ് ഒക്കെയാണ് കേട്ടോ.
നമ്മുടെ ആര്യവൈദ്യശാല പോയ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് വരാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ മുഴുവൻ എല്ലാവരും കള്ളു ഓടിച്ച് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവസാനം ഫ്രോഗിന് ഹൗ മച്ച് മണി 25,000 രൂപ തവളയ്ക്ക്. ഈ ഒരു തവളയ്ക്ക് 25,000. I want to eat. I don't know how to eat now. Eat. How? I don't know. How's it? No. Huh? It's actually Eat, meat. Kali. Like, no. Kali. No. It's okay. Try. I love Okay, this one. Pack. We will pack. പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. 25,000 കൊടുത്ത് നമ്മളൊരു തവളയോ വാങ്ങി. എനിക്കെന്താ ഹെപ്പറ്റൈറ്റിസ് വന്നതിനൊക്കെ ശേഷമാണ് എന്താ പോലെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസ് കുറച്ച്. You want mix? Let's take a mix. This. It's up to you. No, I'm thinking to the. Oh, mangosteen and this mix. Yeah. 1 കിലോ 1 കിലോ 30,000. 1 കിലോന് ആകെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു 85-90 രൂപയേ ഉള്ളൂ കേട്ടോ. 90 രൂപയ്ക്ക് 1 കിലോ ഇത് കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടൂലല്ലോ, ഇവിടെ കോമൺ ആയതുകൊണ്ടായിരിക്കും. ഇതിന് 1 കിലോ ഒരു 100, 110, 120 രൂപയാണ്. ഇതൊക്കെ എല്ലാം ആ ഒരു റേറ്റ് തന്നെയാണ്. ആപ്പിളിന് എത്ര? ആപ്പിൾ 40,000 എന്ന് പറയുമ്പോൾ 1 കിലോ 120 രൂപ. ഇതിങ്ങനെ ചീട്ട് കളിക്കുന്നുണ്ടോ? ഇത് ഭയങ്കര കോമൺ ആണ് കേട്ടോ. എല്ലായിടത്തും ഇരുന്ന ആൾക്കാർ ചീട്ടൊക്കെ കളിക്കുന്നുണ്ട്. അത് ഭയങ്കര കോമൺ ആയിട്ട് ഞാൻ കാണാൻ സാധിച്ചു. പിന്നെ കുറേ ആൾക്കാർ പൈസയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ചീട്ട് കളിക്കുന്നത്, വെറുതെ അല്ല കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ മെയ്ത്തോൺ റിവറിൻ്റെ അടുത്താണ്. മെയ്ത്തോൺ റിവർ എന്ന് പറയുമ്പോൾ നമ്മളെ തായ്ലൻഡിനെയും നമ്മുടെ ലാവോസിനെയും ഡിവൈഡ് ചെയ്യുന്ന, വിഭജിക്കുന്ന നമ്മുടെ ഒരു റിവറും കൂടിയാണ് കേട്ടോ നമ്മുടെ മെയ്ത്തോൺ റിവർ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ നടന്നു പോവാണ്. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളൊക്കെ നല്ല കാണാൻ രസമാണ്, കാരണം ഭയങ്കര വേക്കൻ്റ് ആയിട്ടുള്ള ഇടങ്ങളാണ് കേട്ടോ. ഇത് ഫെക്കൽറ്റി ദേ ഫാർമസി, ഫ്രഞ്ചിൽ എഴുതിയിട്ടുണ്ടല്ലോ. എന്തോ ഫെക്കൽറ്റി ദേ ഫാർമസി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്താ, ഇത് സ്കൂളാണോ അറിയില്ല കേട്ടോ, കോളേജാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ലാവോസിൻ്റെയും ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗുമാണ്. ഇവിടെയും എഡ്യൂക്കേഷൻ പ്രിന്റിംഗ് എന്റർപ്രൈസ് കമ്പനി. ഇവിടെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും എല്ലാത്തിലും കമ്മ്യൂണിസ്റ്റിൻ്റെ ഫ്ലാഗ് ഇവിടെ ഉണ്ട്. റെസിഡൻസ് ദേ ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ റെസിഡൻസ് ആണ് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഇവരുടെ അംബാസിഡറിൻ്റെ വീടും വല്ലതും ആയിരിക്കണം. ഇവിടെയും കണ്ടില്ല ആൾക്കാർ. സബാദി nothing, just saying. ഇവരെല്ലാരും പൈസ വെച്ചാണ് കേട്ടോ കളിക്കുന്നത്. നമ്മൾ റിവറിന്റെ തീരത്ത് എത്തിയിട്ടുണ്ട്. റിവറിന്റെ തീരത്ത് ഇവർക്ക് ഒരു വലിയൊരു എന്താ പറയാ പ്ലേ ഗ്രൗണ്ട് അല്ല, ഇങ്ങനെ നടക്കാനും ഇതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ആൾക്കാരും വൈകുന്നേരം നടക്കാനും കറങ്ങാനൊക്കെ വരുന്ന ഒരു ഇടം കൂടിയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ റിവർ. അവർ സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന തെരുവുകളാണ്. റംബൂട്ടാനാണ് ഇവിടുത്തെ ഭയങ്കര കോമൺ. മാംഗോസ്റ്റീൻ
ചക്ക ഉണ്ട് കേട്ടോ, നമ്മുടെ ചക്ക. പക്ഷെ ഇതിന് 15,000 എന്ന് പറയുന്നത് 50 രൂപ അടുപ്പിച്ചാണ് കേട്ടോ ഇവര് പറയുന്നത്. How much? How much? എല്ലാം ചൈനീസ് മ്യൂസിക് ബാറുകളും ചൈനീസ് റെസ്റ്റോറൻറ്റുകളും ചൈനീസ് കാസിനോകളും ഒക്കെയാണ്. ഇവിടെ ധാരാളം ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഇങ്ങനത്തെ ചൈനീസ് ഗാങ്സ്റ്റർ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അതായത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഹലോ, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ താങ്ക് യു. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ മ്യാൻമർ, കംബോഡിയ, ലാവോസ്, ഈ 3 ബോർഡറിലുള്ള ഇവരുടെ എന്താ പറയുക മാഫിയകളാണ് കേട്ടോ. ഇങ്ങനത്തെ സ്കാം ഓപ്പറേഷൻ, ഡ്രഗ് ഡീലിങ്സ്, അതൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ദാറ്റ്സ് എ ഹോട്ടൽ, Hot pot. ഹോട്ട് പോട്ട്, റെസ്റ്റോറൻറ്റ്, Yeah. bar. Hot pot. Hot One of the cuisine. Oh, one of the We cuisine. have like this big soup. Ah. Put everything inside. ദാ ഇവിടെ Dumpling. ഡംപ്ലിങ്ങിന്റെ റെസ്റ്റോറന്റ് ആണ് ഈ കാണുന്നത്. Not here. Yes. Thank you. Thank you so much. Bob Shai. No problem. Okay. Bye bye. Bye bye. നമ്മളിവിടെ പുഴയുടെ അടുത്തോട്ട് വന്നതാണ്. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ കണ്ട ഇതുപോലത്തെ മീൻ പിടിക്കുന്ന വീടുകൾ. അപ്പോൾ ആ വീടുകളൊക്കെ തേടി നമ്മൾ വന്നതാണ്. What happened? Good luck, big boss. നമ്മൾ താഴോട്ട് ഇറങ്ങി പോട്ടെ. ആരെങ്കിലും പിടിച്ച് കെട്ടി വെക്കുമെന്തോ. വല്ല കെനിയയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാൽ 150 പ്രാവശ്യം അവർ ചോദിക്കും പൈസ താ, അല്ലെങ്കിൽ തോക്കും കൊണ്ട് വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. എല്ലാ സ്ഥലത്തും അല്ല, ഞാൻ ജനറലൈസ് ചെയ്തൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കൊള്ളാം കേട്ടോ, അടിപൊളി കേട്ടോ. ഞാൻ ഇന്നലെ ഇതിലേ കൂടെ പാസ് ചെയ്തപ്പോൾ ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വരാൻ വേണ്ടി ഇരുന്നത്. ഇവിടെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്, അതോ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു സെറ്റപ്പുള്ള സ്ഥലമൊന്നും അറിഞ്ഞുകൂടാ. അല്ലേ ഇവിടെ കുറേ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. സവാദി, ഹായ്, വാട്ട് ആർ യു ഡൂയിങ്? ഓ മീൻ, ഓ ഫിഷിംഗ്, ഓ മീൻ. Wow. You go in boat or you go in the boat? കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള്, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുവാണ്. എൻ്റെ അമ്മ, അതെ വഴുതനയൊക്കെ പഴുത്ത് കിടക്കുന്ന നോക്കിക്കേ. വഴുതനയാ കുമ്പളങ്ങയാ എല്ലാത്തിൻ്റെയും ബോട്ട് വീടിൻ്റെ അടിയിൽ ഏതാണ്ട് അവർ ബോട്ട് ഒതുക്കി വെച്ചിരിക്കുവാണ്. നല്ല രസമുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ മ്യൂസിക്കൊക്കെ കേട്ട് ചില്ലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പു കനേക്കാം നോ 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 എന്ന് പറഞ്ഞു അവർ ചീട്ടൊക്കെ കളിച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ താണ്ടേ മദ്യമൊക്കെ കുടിച്ച് നല്ല രസം കേട്ടോ, അടിപൊളി കേട്ടോ. ഓ ഭയങ്കര വെയിൽ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ ഒരുമിച്ച് താമസിച്ച് മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, എൻ്റെ വണ്ണം നോക്കിക്കേ. ഇവിടെ ഒരു പുള്ളിക്കാരൻ ബോട്ടിൽ ഉണ്ടല്ലോ, പുള്ളിക്കാരനൊക്കെ മീൻ പിടിക്കാൻ മീൻ പിടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഇവിടെ. സവാദി, you got fish? You fish no fish? Oh sorry. അവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ പുള്ളിക്കാരൻ ബോട്ടിൽ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മൾ അടുത്തൊരു വീട്ടിലോട്ട് കയറി പോവാണ്. എൻ്റെ അമ്മ, ഈ വെള്ളത്തിൽ വീണാൽ പിന്നെ കുളിച്ച് കയറണം. ഒരു ചെറിയൊരു വീടാണ്. അയ്യോ, ഇതാണ് കേട്ടോ അവരുടെ വീട്.
അതെ ഇവിടെ അവരുടെ ഹാമോക്ക് ഭയങ്കര കോമൺ ആണ്. ഇത് അവരുടെ മീൻ പിടിക്കുന്ന സംഭവങ്ങളും വെള്ളം നിറച്ചു വയ്ക്കുന്നതും ഇത് അവർ ഭക്ഷണം. ഇവിടെ ഹായ് ബ്രോ, ഹായ്. വാട്ട് ഈസ് യുവർ നെയിം? യുവർ നെയിം യു ഡോണ്ട് നോ? പുള്ളിക്കാരൻ ഷയ്യോ ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തയാണ്. ഇവിടെ വേണ്ട അവരുടെ കിച്ചന്. ഇവിടെ ഒരു ആൻറ്റി നിൽപ്പുണ്ട് കേട്ടോ. ആൻറ്റിയുടെ ബോട്ടാണ്, 2 ബോട്ട് ആൻറ്റിക്ക് ഇവിടെ ഉണ്ട്. ഇതാണ്ടേ അവർക്ക് ഇവിടെ ഹാമോക്കൊക്കെ ഉണ്ട്. ഇവിടെ അവരുടെ ടോയ്ലറ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതാ എൻ്റെ അമ്മ അടിപൊളി ടോയ്ലറ്റ്. വേണ്ട അവിടെ വേറൊരാൾ കണ്ടില്ലേ? നൈസ് നൈസ് പ്ലേസ്. കോപ്പ് ഷായ് Cốc chài. ആൻറ്റി അവിടെ നൂല് ഇതാക്കുന്നതിൻ്റെ ഇതാണ് കേട്ടോ, വല ഇതാക്കുന്നതിൻ്റെ പരിപാടിയിലാണ്. ഇത് അവരുടെ വീട്ടിൻ്റെ അടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതാണ്ട് അവിടെയും വീട്ടിൻ്റെ അടിയിൽ അവർക്കൊരു വള്ളമുണ്ട്. അവിടെ നിന്ന് കുറേ പേര് എന്തൊക്കെ ചീട്ട് കളിക്കുകയാണ്. കണ്ടില്ലേ, കൊള്ളാം കേട്ടോ, ചെറിയ വീട്. അവിടെ ഒരാൾ ബോട്ടും കൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ. ഒരു മീൻ പിടിക്കാനാണോ? അടിപൊളി സ്ഥലം കേട്ടോ. എൻ്റെ അമ്മ വിയർത്ത് കുളിച്ചു. വിയർപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര വിയർപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന വിയർപ്പൊന്നും അല്ല. ലൈവായിട്ട് താഴെന്ന് പിടിച്ചുകൊണ്ട് വന്ന മീനാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. ചപ്പാത്തി ഇവിടെ ലൈവായിട്ട് പിടിച്ചുകൊണ്ട് വന്ന മീനുകളാണ് കേട്ടോ. സക്കറാണല്ലോ, സക്കറല്ലേ കണ്ടിട്ട് അറിയില്ല. അതെ ഇവിടെ കുറേ പച്ചില ഐറ്റംസൊക്കെയാണ്. ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ നൈറ്റ് ബസാറും സംഭവം. ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മളെ വീട് ഇനി പോകുന്നത്. നല്ല ടയേർഡാണ്. നിയർ ആരും ലിഫ്റ്റ് തരുന്നില്ല. ഇവിടെ കുറേ പേര് നടക്കാം. പുള്ളിക്കാരെ നിർത്തിയിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ കേട്ടോ. ഓക്കെ Anh có bài đó. Bay quá. No bay quá. Không có bài không thấy đi. Okay. Cốp chai. Cốp chai. ഇവിടെ അത്യാവശ്യം നല്ല ഒരു വലിയൊരു ഹോട്ടലൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കേട്ടോ വണ്ടിക്ക്. Goodbye. 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 Name? Posi. Posi. Udom. Posi. 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 പോസി എന്നാണ് കേട്ടോ പുള്ളിക്കാരന്റെ പേര്. വണ്ടി കിടന്ന് കുലികൾ കേട്ടോ. ഷേക്കാൾസർ കണ്ടില്ലേ? വണ്ടി പോസി ബ്രോന്റെ വണ്ടി. അയ്യോ കോപ്പ് ചായ്. യു ഹിയർ ഓർ ഹിയർ? ഓക്കെ പുള്ളിക്കാരന്റെ ബൈക്ക്. താങ്ക് യു സോ മച്ച്. Me. Drive. Just here. Me, drive. No? എനിക്ക് വണ്ടി ഓടിക്കാൻ തന്നില്ല. താങ്ക് യു. ബൈ. താങ്ക് യു. ഓക്കെ പുള്ളിക്കാരൻ പോയി. നമ്മൾ നടന്നു വന്നത് ഇവിടെ ഉള്ള ഒരു ടെമ്പിളാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാ. നമ്മൾ ഇവിടെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മ്യാൻമർ അല്ല, ലാവോസ് തരത്തിലുള്ള നമ്മുടെ ബുദ്ധ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെയും കണ്ടോ, നമ്മുടെ കേരളത്തിലെ പഴയ തറവാട് വീട് പോലെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ കയറി ഞാൻ മണി അടിച്ചത് ഇതുപോലത്തെ സംഭവത്തിനാണ്. അവിടെ അവർ ഡ്രം കൊട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഹലോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ പള്ളിയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാണ്. നമ്മൾ
ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ നിങ്ങൾക്ക് ബിയറിന്റെ വിലയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് ബിയർ ലാവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ലാവോസിന്റെ ബിയറാണ് ബിയർ ലാവോ ഗ്രീന്. അതിന് 26,000 ആണ്. 26,000 എന്ന് പറയുമ്പോൾ $1 83 രൂപയാണ് നമ്മുടെ നാട്ടിലെ പ്രൈസ് വരുന്നത്. ഇത് വേറെ എന്തോ കമ്പനി, ഹെൻഗിലിയോ അങ്ങനത്തെ എന്തോ ഒരു കമ്പനിയാണ് കേട്ടോ. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അതിന് 28,000, അതിനൊരു 90 രൂപ അടുപ്പിച്ച് വരും. ഇതൊക്കെ 83 രൂപയുടെ ബിയറാണ്. ഈ കാണുന്ന ചെറിയ ബോട്ടിൽ ബിയറിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 75 ആ ഒരു രൂപയൊക്കെ വരുള്ളൂ കേട്ടോ. ഭയങ്കര പൈസയില്ല. ഇതാ ബിയർ ലാവോ വേറെ 22,000, ഒരു 70-75 രൂപയൊക്കെ വരുള്ളൂ കേട്ടോ. ഹെലൻഗി ആണ് കേട്ടോ. ഇതും വില കുറവാണല്ലോ. ഇതും 10-70 രൂപ ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ. ബിയറൊക്കെ ഇവിടെ ചീപ്പാണെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര ബിയർ വാങ്ങും. എല്ലായിടത്തും ബിയറുണ്ട്. ബിയർ മസ്റ്റായിട്ടുള്ള സംഭവമാണ്. ഇതുപോലത്തെ ജ്യൂസ് ഇല്ലെങ്കിൽ പോലും. ഡിന്നർ പുറത്ത് നോക്കുവാണ്. 30,000-ന് ഒരു ചിക്കൻ നൂഡില് എവിടെയാ തുറന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. Oh, this. For the soup. Oh, that's a soup. Then we have the chicken. Chicken. Veggies. We'll get one. Sure. Yeah, we can get one. Yeah. One, yeah. കഫേ പോലുള്ള ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അവരുടെ കട. അവരവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, കിച്ചണിൽ നിന്ന് ആണ് കേട്ടോ. നമുക്കുള്ള ഭക്ഷണം കണ്ടില്ലേ, നല്ല അടിപൊളി ചിക്കൻ സൂപ്പാണെന്ന് തോന്നുന്നു. നമ്മള് വീട്ടിൽ തിരിച്ചു വന്നു. ഇവിടെ തവള കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് എല്ലാരും. നമ്മൾ നേരത്തെ തവള കഴിച്ചില്ല. ദാണ്ടേ തവള പൊരിച്ച തവള കണ്ടില്ലേ. ഇത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂടാക്കിയ പൊരിച്ച തവളയാണ്. ലാവോസുകാർ ധാരാളം തവള സാധാരണ കഴിക്കാറുണ്ട്. എക്ക, ആർ യു റെഡി? Yeah. I don't want to ask you, right? If you are ready, you always eat, right? Fully ready. Yeah. Actually, we should have buy. Teach me how. We should have buy more. നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങണമായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി പുള്ളിക്കാരിയെ ഓർത്തില്ല. അല്ലെങ്കിൽ 2-3 വാങ്ങണമായിരുന്നു. ഒന്നിന് $1 ഒക്കെ ഉള്ളൂ കേട്ടോ. 10-80 രൂപയൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും അവർ രണ്ടുപേരും ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി പോകണം. ഞാൻ കഴിക്കല്ല. Open the leg. Come on, Mahesh. Come on. What else am I supposed to? Ah, Ayo, baby. Can I take? baby. No, just eat all of them. Like chicken. Wow. It's good. It's nice. It's actually not exactly like chicken. It's like chicken with the taste of fish. Ah. Oh. Ah. You're gonna be next, so don't me. This guy doesn't look so good today. കണ്ടില്ലേ? Actually, it's pretty nice. Do you like it? Okay, every day. From now on, every day you can cook this. Yeah, you can catch the frog from there in the pool. It's a little bit like hard, but